നമ്മുടെ ഈ ശുശ്രൂഷ ഫാത്തിമ റോസറി ക്രൂസൈഡ്, ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യുകയാണ്, ഫാത്തിമ റോസറി മിറക്കിൾ ക്രൂസൈഡ്. വസതിൽ ഫാത്തിമയിൽ വെച്ച് കഴിഞ്ഞ ഒക്ടോബർ 13 ഫാത്തിമയിലായിരിക്കുമ്പോൾ പോർച്ചുഗലിൽ അവിടെ വെച്ച് എൻ്റെ ഉള്ളിൽ വന്നത് ഈ ഒരു പേരാണ്. പക്ഷേ അത് നീണ്ട ഒരു പേര് ആൾക്കാരുടെ നാവിൽ ഒതുങ്ങിയില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് ഞാനത് ചെറുതാക്കിയാണ് ഈ ഫാത്തിമ റോസറി ക്രൂസൈഡ് എന്നാക്കിയത്. പക്ഷേ ഈ ദിവസങ്ങളെ ഞാൻ മനസ്സിലാക്കി, നമ്മൾ എന്താണോ നമ്മൾ ഏറ്റുപറയുന്നത് അതാണ് സംഭവിക്കുക. ഈ മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകളെല്ലാം അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷകളാണ്. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളായിരുന്നു. നിങ്ങൾക്കറിയാം, ആ ഒരു ശുശ്രൂഷ പങ്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതായിരുന്നു. ഇത് വാസ്തവത്തിൽ നമ്മളൊരു യുദ്ധം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള അവസരം കൂടിയാണിത്. ഇതിനകത്ത് 4 പേരുകളാണ് വരുന്നത്. 1 ഫാത്തിമ, 2 റോസറി, 3 മിറക്കിൾ, 4 ക്രൂസൈഡ്. ഇത് 4 തലങ്ങളാണ്. ഫാത്തിമ എന്ന് പറയുന്നത് പോർച്ചുഗലിലെ ഫാത്തിമയുമായി ബന്ധപ്പെട്ട 917 വർഷ കന്യാമറിയം അവിടെ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ വലിയൊരു പദ്ധതി. സ്വർഗത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം അവിടെ പരിശുദ്ധ കന്യാമറിയമാണ് ആ കുഞ്ഞുങ്ങളിലൂടെ സഭയ്ക്ക് പകർന്നു കൊടുത്തത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പിതാക്കന്മാരോട് സംസാരിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് ശേഷം ദൈവദൂതന്മാരല്ല, പരിശുദ്ധ കന്യാമറിയമാണ് ലോകത്തിന് നാനാ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് 917 ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 6 മാസത്തെ തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജൂലൈ 13 നടത്തപ്പെട്ട വെളിപ്പെടുത്തൽ. നരകം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിൽ കടന്ന് പിടയുന്ന കോടിക്കണക്കിന് ആത്മാക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു വാക്ക്, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. അവരെ രക്ഷിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുത്ത ദൂത്. അവിടെ കാണിച്ചു കൊടുത്തത് നരകമാണ്, സാക്ഷാൽ നരകം, ശുദ്ധീകരണ സ്ഥലമല്ല. ആ നരകത്തിലെ ആത്മാക്കളാണ് കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിൽ വന്ന് അപ്രകാരം ഒരു ദൗത്യം ഈ കുഞ്ഞുങ്ങളെ പരാമർശിച്ച്? കുഞ്ഞുങ്ങൾ ഒന്നും ഒരു പഠനം അറിയില്ലാത്തവരെ, കൊച്ചുകുട്ടികളാണ്, 10ഉം 12ഉം അതിൽ താഴെയും പ്രായമുള്ള കുട്ടികൾ. അവർക്കൊരു പഠനങ്ങൾ അറിയില്ല, അവർക്ക് ലോകത്തിൻ്റെ മറ്റൊന്നും തിന്മയും അവരെ ഏശിയിട്ടില്ല. ഹൃദയങ്ങൾ നിഷ്കളങ്കവും വിശുദ്ധവുമാണ്. അവരോടാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ഹിതം പരിശുദ്ധമായി വെളിപ്പെടുത്തിയത്. അതിന് കാരണം ഇതാണ്, തൻ്റെ പ്രിയപുത്രൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂസിൽ ജീവൻ അർപ്പിച്ച് പിശാചിന് മേൽ വരിച്ച വിജയമാണ് തൻ്റെ ആത്മാവ് യേശു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിമള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണത്. ക്രൂശ് മരിച്ച യേശു ആ കുരിശുമരണത്തിലൂടെ പാപത്തെയും പിശാചിനെയും അവൻ്റെ ആധിപത്യങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഒരു സാമ്രാജ്യമായ നരകത്തിലേക്ക് യേശു ഇറങ്ങിച്ചെന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അവിടെ സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്ത് അതിനുശേഷമാണ് യേശു 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത്. ഇത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇത് പ്രഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് രക്ഷയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുടുംബങ്ങളിൽ, സഭയിലെല്ലാം ഇത്രമാത്രം ഞെരുക്കങ്ങളും പ്രശ്നങ്ങളുമാണ്? ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് എന്നൊക്കെ ഈ ഒരാഴ്ചക്കാലം എനിക്ക് ലഭിച്ച ഫോൺ വിളികൾ അനേകരുടെ നിലവിളികളായിരുന്നു. ഒരു ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം, ക്ഷമിക്കണം. ഒരു അമ്മ എന്നെ വിളിച്ചു. ആ അമ്മ പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവ് ഒരു തിന്മ ചെയ്തു, ഞാനത് തിരുത്താൻ ആവശ്യപ്പെട്ടു. അത് തിരുത്താൻ തയ്യാറായത് മാത്രമല്ല, ഭയങ്കര മദ്യപാനമാണ്. ഇപ്പോൾ അയാൾ എന്നെ കൊല്ലുമ്പോൾ നടക്കുകയാണ്. സകല നേരവും കയ്യിൽ വാക്കത്തിയുമായിട്ട് എൻ്റെ വീട്ടിൽ അയാൾ നിൽക്കുകയാണ്. എപ്പോഴാണ് എനിക്ക് വിട്ടതെന്ന് എനിക്കറിയില്ല. ഭയം ഞാനോട് ജീവിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഇത് സംഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വഴിയില്ല ബ്രദറെ, രക്ഷിക്കാൻ ആരുമില്ല. ഈ കൊച്ചി നഗരത്തിൽ നീ എറണാകുളത്തുണ്ടായിരുന്ന നിലവിളിയാണ്. അവർ പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ശബ്ദം ഉയർന്ന് അടുത്ത വീട്ടിൽ കേൾക്കും.
ഭയന്നാണ് ജീവിക്കുന്നത്. രാത്രി ഉറങ്ങാൻ ഭയമാണ്. കാരണം അയാൾ മദ്യത്തിൻ്റെ അടിമയാണ് ആള്. വേറൊരു അമ്മ എന്നെ വിളിച്ചത് ഒരു വിദേശ രാജ്യത്തു നിന്നാണ്. ആ സ്ത്രീയോട് പറയുകയാണ്, എൻ്റെ മൂത്ത മകന് 37 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവൻ മാനസികമായ അസ്വസ്ഥനാണ്, സമനിലയില്ലാത്തവനെ പോലെയാണ്. അവൻ്റെ സമനില നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ജനലൊക്കെ തല്ലിപ്പൊട്ടിക്കും. ആ സ്ത്രീ പറയുകയാണ്, ഇന്ന് രാവിലെ ഇറങ്ങി എൻ്റെ വീടിൻ്റെ ജനലെല്ലാം തല്ലിപ്പൊട്ടിച്ചു, കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അയൽവാസികൾ പറഞ്ഞു, ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. ആ രാജ്യത്തെ നിയമപ്രകാരം പോലീസ് അവനെ അറസ്റ്റ് ചെയ്താൽ അവനെ കൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് പ്രാർത്ഥിക്കും. തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പ്രതി അമ്മ അവരോട് പറഞ്ഞ്, അരുതേ, അവൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തില്ല, എൻ്റെ വീടിൻ്റെ ജനലാണ് തല്ലിപ്പൊട്ടിക്കുന്നത്, നിങ്ങൾ അവനെതിരെ കേസ് കൊടുക്കരുത്. ഞാൻ ആ സ്ത്രീ വിളിച്ചിരിക്കുകയാണ്, എങ്ങനെയും എന്നെ മകനെ രക്ഷിക്കണം. ഇതുപോലുള്ള ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, രക്ഷയുടെ മാർഗം കർത്താവ് തുറന്നു തന്നിട്ട്, അതിനുള്ള വഴികൾ കാണിച്ചു തന്നിട്ട്, അത് വിശ്വസിക്കാതെ സ്വീകരിക്കാതെ അതിനെതിരായി ജീവിക്കുന്ന മനുഷ്യർ, സഭയുടെ അധികാരികൾ, ഇങ്ങനെയുള്ള ഈ മനുഷ്യരെ ആര് രക്ഷിക്കും? എവിടെയാണ് മനുഷ്യ രക്ഷയുള്ളത്? ഒരുവനൊരു ക്രൈസ്തവനാകുമ്പോൾ, ഒരു കത്തോലിക്കനാണെങ്കിൽ, ഒരു യാക്കോബക്കാരനാണെങ്കിൽ, ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിൽ അവൻ ഒരു സഭയ്ക്കുള്ളിലാണ്. അവൻ ദൈവരാജ്യത്തിൽ അംഗമായി മാറിയവനാണ്. അവൻ്റെ അവകാശമാണ് ഇങ്ങനെയുള്ള നാശങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുക എന്നുള്ളത്. പക്ഷെ അവന് കിട്ടുന്നില്ല എങ്കിൽ അവൻ എവിടെ പോകണം? അത് കിട്ടാൻ വന്നുകൊണ്ടാണ് ഇന്ന് അനേകം ആളുകൾ അന്യയിടങ്ങളിൽ ചേക്കേറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം കാണാൻ ഇടവന്നൊരു വാർത്തയുണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിശ്വാസം ശക്തമായി പടരുന്നു. അവിടെ ക്രൈസ്തവരുടെ എണ്ണം വളരെയധികമായി പെരുകുന്നു. പ്രത്യേകമായിട്ടൊരു വാർത്ത കണ്ടത് പഞ്ചാബിനെ കുറിച്ചാണ്. സിഖുകാരുടെ ആധിപത്യമുള്ള ദേശമാണ് പഞ്ചാബ്. 15% അവിടെ വെറും 1% കിടന്ന ക്രൈസ്തവരാണ്. അവർ 15% ഉയർന്നു എന്നാണ് കണക്ക് പറഞ്ഞത്. കൈകൊട്ടണ്ട. ഈ 15% മറ്റുള്ള പെന്തക്കോസ്ത സഭക്കാരാണ്, കത്തോലിക്കരല്ല. അത് നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്ക വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ എന്തുമാത്രം സഭയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തമിഴ്നാട്, ആന്ധ്ര, കുറേ സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഉള്ള കണക്കുകൾ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെയെല്ലാം ഭയങ്കര വർധനയുണ്ട്. പക്ഷേ ഇതൊന്നും സഭയ്ക്കല്ല, കത്തോലിക്ക സഭയ്ക്കില്ല. ഇതെല്ലാം പെന്തക്കോസ്ത സഭകളിലേക്ക്. കാരണം അവരുടെ തീക്ഷ്ണമായ പ്രവൃത്തികൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ നൽകിയ ആ വലിയൊരു ദൗത്യമായിരുന്നു ഈ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അത് സംഭവിച്ചില്ല. അത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം സഭയുടെ കീറാമുട്ടിയായൊരു പഠനം, നരകം നിത്യനരകമാണ്, അവിടെ പോയി രക്ഷയില്ലായെന്നല്ലോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ ഒരു പഠനമാണ്. ദൈവത്തിൻ്റെ വചനമായ യാതൊരു അടിസ്ഥാനത്തൊരു ഒരു വചനം, ഒരു പഠനമാണത്. അങ്ങനെ ഒരിക്കലും ബൈബിളിൽ ഇല്ല. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാടുകൾ പുസ്തകം ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചൊരു നിയമത്തെ ഇന്നും അതിനെ കുടപിടിക്കുകയാണ് മനുഷ്യർ. ഇന്ന് ജനങ്ങൾ നശിക്കുന്നു, കുടുംബങ്ങൾ നശിക്കുന്നു, ദേശങ്ങൾ നശിക്കുന്നു, സഭ നശിക്കുന്നു. എന്നിട്ടും ദൈവമേ എന്താണ് കാരണമെന്ന് ചിന്തിക്കാൻ ആരുമില്ല. നമ്മുടെ ഈ എറണാകുളത്ത്, ഈ ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെങ്ങും നോക്കണ്ട, സഭയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറിയ അട്ടഹാസങ്ങൾ, സമരങ്ങൾ എത്ര നാളുകളെ തുടങ്ങിയിട്ട്. പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ജനങ്ങളും തെരുവിലിറങ്ങി സഭയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുക. അവരെ പുറത്താക്കാൻ വേണ്ടി കുറേ പേര് നിൽക്കുക. എവിടെയാണ് സമാധാനമുള്ളത്? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളല്ല, ഇതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ഇതാണ്. ഞാൻ പറഞ്ഞ പരിഹാരം ഇതാണ്. ഈ സഭയിൽ ജീവിച്ച് മരിച്ചുപോയി അധികാരികൾ ജീവിച്ച പുരോഹിതന്മാരും മെത്രാന്മാരും ജീവിച്ച് കന്യാസ്ത്രീകളോട് ജീവിച്ച് വിശുദ്ധമായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹം പാപം ചെയ്ത് നശിച്ചു പോയപ്പോൾ, നഷ്ടപ്പെട്ടു പോയപ്പോൾ
അവർ ചെന്നപ്പെട്ടത് പിശാചിൻ്റെ പിടിയിലാണ്. അവരായിരിക്കുന്നത് അശുദ്ധാത്മാക്കളായിട്ടാണ്. ഇന്ന് അവരാണ് ഈ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്. അവരാണ് മനുഷ്യരെ, അധികാരികളെ സ്വാധീനിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതെത്ര ചർച്ച നടത്തിയാൽ തീരാൻ പോകുന്നില്ല. അവർ രക്ഷപ്പെടാത്ത കാലത്തോളം പ്രശ്നങ്ങൾ തീരില്ല. അവർ രക്ഷപ്പെടണമെങ്കിൽ ഒരു സാധാരണ പ്രാർത്ഥനയ്ക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ടു പോയ ഒരു അധികാരി, ഒരു അശുദ്ധാത്മാവ്, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആലോചിക്കാൻ വരുന്നില്ല. ദയനീയമായ ഈ ഞാൻ അറിയുന്ന മരിച്ചുപോയ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദയനീയ അവസ്ഥ എത്രയോ ഭീകരമായ രീതിയിൽ പൈശാചിക ശക്തിയായി നിന്ന് അവരിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ. എനിക്ക് അവരോട് സഹതാപം തോന്നി. ദൈവമേ, കണ്ടവർക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിൻ്റെ ആധിപത്യം അതിശക്തമാണ് സഭയിൽ. അവർ ബന്ധിക്കപ്പെട്ട് അവരെ കീഴ്പ്പെടുത്താതെ സഭയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. അവരെ ബന്ധിക്കപ്പെടണമെങ്കിൽ, അവർ കീഴടങ്ങണമെങ്കിൽ അത് ഒന്നു മാത്രമേ വഴിയുള്ളൂ. അത് സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് മാത്രമേ അവരെ വിടുവിക്കാൻ പറ്റൂ. അതൊരു നഗ്ന സത്യമാണ്. എന്തെല്ലാം ചെയ്താലും മോചിപ്പിക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. കാരണം ദൈവം അയച്ചൊരു വഴിയാണ് സ്പിരിറ്റ് അഭിഷേകം. ഈ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സമയത്തിൻ്റെ തെളിവിൽ അയച്ച കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ ശക്തി, അവിടുത്തെ അഭിഷേകം, അതാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. ആ നാമത്തിന് ശക്തിയുണ്ട്, ആ നാമത്തിന് അധികാരമുണ്ട്. ഏത് പിശാചിൻ്റെ മേൽ, ഏത് അശുദ്ധാത്മാക്കളുടെ മേൽ, ഏത് നാരീയ ശക്തിയുടെ മേൽ അധികാരമുണ്ട് സ്പിരിറ്റ് നാമത്തിന്, സ്പിരിറ്റ് അഭിഷേകത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സഭ പശ്ചാത്തപിക്കേണ്ടിയിരിക്കുന്നു. അത് പശ്ചാത്തപിക്കേണ്ടത്, ഏറ്റുപറയേണ്ടത് 998 മുതൽ സ്പിരിറ്റിനെതിരെ ചെയ്ത അതിക്രമങ്ങൾ ഓർത്ത് അവർ കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. അത്രമാത്രം നിന്ദ്യവും ഹീനവുമായ രീതിയിൽ സഭ പ്രവർത്തിച്ചിട്ടുണ്ട്, നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട്. അത്രമാത്രം നിന്ദ്യവും ഹീനവുമായ രീതിയിൽ. ഞാനീ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്, അർത്ഥമുണ്ടെന്ന് എനിക്കറിയാം. എത്രയോ മക്കൾ നിലവിളി ഉയർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കൂട്ടായ്മയിലെ എത്രയോ മക്കൾ ഈ കേരളത്തിൻ്റെ പുറത്തൊക്കെ പള്ളിക്കകത്തിരുന്നുണ്ട് അപമാനിക്കപ്പെട്ടപ്പോൾ ഉയർന്ന വലിയൊരു നിലവിളി, ദൈവത്തിൻ്റെ മുമ്പിൽ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി. വില കൊടുത്ത എത്രയോ മക്കൾ കുദാശയിൽ മുടക്കി അപമാനിച്ച് പള്ളി പോലും കയറ്റാതെ ഉണ്ടായ എത്രയോ സംഭവങ്ങൾ. എവിടെയെല്ലാം സ്പിരിറ്റിന് മക്കൾ പ്രാർത്ഥനയിൽ ദൈവത്തിൽ മാത്രം ശക്തി കണ്ടെത്തിയവരാണ്. ഹല്ലേലൂയ. നമ്മളാരും ഇന്നുവരെ തെരുവിലിറങ്ങിയില്ല, നമ്മുടെ ശബ്ദം തെരുവിൽ കേട്ടില്ല, സമരത്തിന് പോയില്ല, മുദ്രാവാക്യം വിളിച്ചില്ല. മറിച്ച് ഈ വില കൊടുപ്പ് ആവശ്യമായിരുന്നതിനാൽ നമ്മുടെ ഈ വില കൊടുപ്പിലൂടെ സഭയെ നേടണം, സഭയെ ശുദ്ധീകരിക്കണം, സഭയെ യേശുവിന് തിരുശരീരമാക്കി മാറ്റണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ എല്ലാവരും ഈ സഹനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ഇന്നും സ്പിരിറ്റ് ജീസസ് ഒരു ശക്തിയായി, ഒരു ശക്തമായ വലിയൊരു പാറയായി, ഒരു പർവ്വതമായി ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരുവനും തകർക്കാനാവാത്ത വണ്ണം ദൈവത്തിൻ്റെ ശക്തിയായി സ്പിരിറ്റ് ജീസസ് നാമം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും, എല്ലാ സ്തുതിയും, എല്ലാ നന്ദിയും, എല്ലാ ആരാധനയും അങ്ങ് അർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലാണ് ഈ കേരളത്തിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ
ജനുവരി 8 ഒരു ശുശ്രൂഷ നടത്തപ്പെട്ടു. 25ാമത്തെ വർഷമാണ്. 25 വർഷം. 25 വർഷമായി ദേവാലയങ്ങൾ നമുക്ക് വിലക്കപ്പെട്ടതാണ്. ഒരു സത്യം പ്രഘോഷിച്ചതിൻ്റെ പേരില്ല. സകലം മരിച്ചവർക്കും രക്ഷയുണ്ട്. ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണെങ്കിൽ ഒരിക്കലും ഈ സമൂഹം നിലനിൽക്കില്ല. ഇത് കർത്താവിൻ്റെ പദ്ധതിയായതുകൊണ്ട്, ഇത് കർത്താവിൻ്റെ വചനമായതുകൊണ്ട് ഇത് കർത്താവ് വിജയിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം കത്തോലിക്കാ സഭയിലെ ഒരു അഭിമന്യ പിതാവ് ഫാദർ ജോസഫ് പമ്പളാനി, അദ്ദേഹത്തെ കാണാൻ സാഹചര്യമുണ്ടായി. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ ഒറ്റ വാക്കിതാണ്: എൻ്റെ രൂപതയിൽ എല്ലാ സ്പീഡിസുകാർക്കും ഞാൻ കൂദാശകൾ കൊടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം മെത്രാനാകുന്നതിന് മുൻപ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അനേകം മീറ്റിങ്ങുകൾ നടത്തി, അനേകം ഇടവകളിൽ മീറ്റിങ്ങുകൾ നടത്തി പ്രസംഗിച്ചത് സ്പീഡിസിനെതിരെയാണ്. ഇതിലാരും പോകരുത്, അത് സഭയ്ക്കെതിരാണെന്ന് പ്രസംഗിച്ച അതേ പുരോഹിതൻ ഒരു മെത്രാനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യമാണ് തലശ്ശേരി രൂപതയിലുണ്ടായിരുന്ന സകല സ്പീഡിസ് മക്കൾക്കും കൂദാശകൾ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ രൂപതയിലെ അനേകം അച്ഛന്മാർ എന്നോട് പറഞ്ഞു, ആ ഇടവകളിലെ യഥാർത്ഥ കത്തോലിക്കർ സ്പീഡിസുകാരാണ് എന്ന്. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും നല്ല സാക്ഷ്യങ്ങൾ, താനൊരു സ്പീഡിസാണെന്നുള്ള അറിവിൽ നടത്തിയ സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങൾ ആ രൂപത്തിൽ അനേകം പുരോഹിതന്മാരുടെ കണ്ണുകൾ തുറപ്പിച്ചു. അവർ പറഞ്ഞു, സ്പീഡിസുകാരാണ് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസികൾ. നമ്മുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു സഹോദരനുണ്ട്, സണ്ണി കോനാൽ. ഇവിടെ ഇല്ല ആള്. ഒരു സാക്ഷ്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന് 18 വർഷമായി അദ്ദേഹത്തിനെ കൂദാശകൾ മുടക്കിയിരുന്നു. ആ മനുഷ്യൻ എന്നും പോയി നിലവിളിക്കും, എല്ലാ ദിവസവും അദ്ദേഹം പള്ളിയിൽ പോവും. പക്ഷെ കുർബാന കൊടുക്കില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. കുർബാന കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് പോകില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. പല പുരോഹിതന്മാർ മാറി മാറി വന്നവിടെ. അവസാനം കഴിഞ്ഞ വർഷം അവിടെ വന്നൊരു പുരോഹിതൻ, അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ സണ്ണി എന്ന മനുഷ്യൻ മാത്രം കുർബാന കഴിഞ്ഞാലും പള്ളിക്കകത്തുണ്ട്, അയാൾ പോകില്ല. ഒരു അച്ഛൻ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഓടിപ്പോകുന്നത്? നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഇവിടെ നന്ദി പറഞ്ഞ കൂടെ അങ്ങനെ ചെയ്യണമെന്ന് ഉപദേശിച്ചിട്ട് കുർബാന കഴിഞ്ഞു. അദ്ദേഹം പോയി തൻ്റെ കുർബാന കുപ്പായെല്ലാം ഊരി വെച്ച് അത് തിരിച്ച് സങ്കീർത്തി വരുമ്പം, അൾത്താരെ വരുമ്പം അദ്ദേഹം കണ്ട് പള്ളിക്കകത്ത് ഒറ്റ മനുഷ്യനില്ല. ഈ സണ്ണി എന്ന സഹോദരൻ മാത്രം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വളരെ വേഗം ഓടി അവിടെ ചെന്നു, സണ്ണിച്ചേട്ടാ നിങ്ങൾക്ക് കുർബാന വേണോ അച്ഛാ, കയറി വരാൻ പറഞ്ഞു. അച്ഛൻ പോയി കുർബാന കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് അദ്ദേഹം ഒന്ന് സക്രാരി തുറന്ന് സണ്ണി ബ്രദറിന് കുർബാന എടുത്ത് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം രൂപതയിൽ പോയി മെത്രാനെ കണ്ടു പറ, പിതാവ് എനിക്ക് കൂദാശകൾ തരണം, ഞാൻ വിളിച്ചു പറയാം, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് തലശ്ശേരി രൂപതയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള സെക്രട്ടറിസിനെ പറഞ്ഞു, കാണാൻ പറ്റില്ല, നിങ്ങൾ സ്പീഡിസല്ലേ, കാണാൻ പറ്റില്ല, സമ്മതിക്കില്ല. തന്നെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ ഞാൻ പോകൂ, എനിക്ക് പിതാവിനെ കണ്ടേ പറ്റൂ. അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയോ പിതാവ് അറിഞ്ഞു, ഒരു അച്ഛൻ വിളിച്ച് പറഞ്ഞായിരിക്കാം അവിടുന്ന്. പിതാവ് വിളിപ്പിച്ചു, പിതാവേ 18 വർഷമായിട്ട് എനിക്ക് കുർബാന തരുന്നില്ല. പിതാവ് പറഞ്ഞു, ഒരു കടലാസിൽ എഴുതി തന്നേക്കാൻ പറഞ്ഞു, ഞാൻ പാസ്സാക്കിയിരിക്കുന്നു കുദാശ തരാൻ. അങ്ങനെ ആ മകനും അവിടെ അന്ന് പിതാവ് എഴുതി കൊടുത്തു, അവന് കുദാശ കൊടുക്കണം. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ രൂപത്തിലെ അച്ഛന്മാരുടെ സാക്ഷ്യങ്ങളാണ്, സ്പീഡിസ് മക്കളെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യങ്ങളാണ് ഈ രൂപതയിൽ ഞാൻ കുർബാനകളും കുദാശകളും കൊടുക്കാൻ കാരണമായിട്ട് മാറിയത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ വീണ്ടും വരാം, സംസാരിക്കണം. അങ്ങനെ വീണ്ടും ഒരു 3 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തലശ്ശേരിയിലെത്തി. തലശ്ശേരി അരമനയിൽ ചെന്നു. ഒരു 1.5 മണിക്കൂർ സമയം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിനോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ
നരകമെന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് മാത്രം കളയുകയാണെങ്കിൽ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, 5 ബിഷപ്പുമാർ, അവരുമായിട്ട് നമുക്ക് ഒന്നിച്ചൊരു ചർച്ച നടത്താം. ഞാൻ പറഞ്ഞു, ആട്ടെ പിതാവേ, ഞാൻ വരാം എന്ന് പറഞ്ഞ് അവിടെ പോന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഒരു വാക്ക് ഞാനത് വേണ്ടെന്ന് വെച്ചാൽ അതെൻ്റെ പരാജയമാണ്, അത് സ്പിരിറ്റിൻ്റെ പരാജയമാണ്. യേശുക്രിസ്തു കുരിശിൽ കൊടുത്ത ജീവൻ്റെ ആ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണത്. കാരണം കർത്താവ് വിജയം വരിച്ചത്, സാത്താൻ്റെ മേൽ വിജയം വരിച്ചത് പഠിപ്പിക്കുമ്പോഴും ആ സാത്താൻ്റെ രാജ്യമായ നരകത്തിൻ്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ടാണ് യേശുക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് ആത്മാക്കൾക്ക് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തത് എന്നുള്ള സത്യത്തെ മറച്ചു വയ്ക്കുന്ന തുല്യമായിട്ട് മാറും. അത് അവിടെ രക്ഷയെ തടസ്സപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. അങ്ങനെ ഒരു വാക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ യേശു നരകത്തിലേക്കല്ല എങ്കിൽ പിന്നെ യേശു എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? യേശു നരകത്തിൽ ഇറങ്ങിയില്ല എങ്കിൽ നഷ്ടപ്പെട്ടവർക്ക് രക്ഷയില്ല. യേശു നരകത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവിനും രക്ഷയുണ്ടാകത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ്, നിന്റെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് he preached the gospel, the spirits imprisoned there, and he declared salvation to the lost souls, and Jesus resurrected from the dead. അതാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അവൻ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തടവര ആത്മാക്കൾ സുവിശേഷം പ്രസംഗിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവിടെ നിന്നാണ് യേശു ഉയർത്തെഴുന്നേറ്റ് 3 ദിവസം ഉയർത്തെഴുന്നേറ്റത്. ആ മഹത്വമാണ് യേശുവിന് പിശാചിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം കൊടുത്തത്. അത് ചെയ്തില്ലെങ്കിൽ യേശുവിന് വിജയമില്ല. യേശു സാത്താനെ ജയിച്ചിട്ടില്ല. യേശു നരകത്തിൽ പോയിട്ടില്ല എങ്കിൽ യേശു സാത്താനെ ജയിച്ചിട്ടില്ല. എന്ത് അധികാരത്തിലാണ് പറയുന്നത്, എന്ത് വിശ്വാസത്തിലാണ് പറയുന്നത് സാത്താന്റെ മേൽ അധികാരമുണ്ട് എന്ന്? അത് യേശുക്രിസ്തു നരകത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ്. അവൻ നരകത്തിലിറങ്ങി സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവൻ്റെ 2ാം വരവ് വരെ, യേശുവിൻ്റെ 2ാം വരവ് വരെ ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. നിത്യമായ നാശം സംഭവിക്കുന്നത് only after the final judgment, അവസാന വിധിക്ക് ശേഷം മാത്രം. ഈ ഒരു സത്യത്തെയാണ് സ്പിരിറ്റ് ജീസസ് ഈ 25 വർഷമായിട്ട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു നീതി നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആത്മാക്കൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്തവരാണ്. ആരെല്ലാം ഈ വിശ്വാസം ഉറച്ചുകൊണ്ട് ഈ അഭിഷേകത്തിൽ ചേർന്ന് നിൽക്കുന്നുവോ നീ യുദ്ധം ചെയ്യുന്നവരാണ്. ഇത് ജയിച്ചേ പറ്റൂ. ഈ കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി മൂടപ്പെട്ട ഈ ഒരു വലിയ സത്യം പുറത്തു വന്നെങ്കിൽ മാത്രമേ ആത്മാക്കൾ രക്ഷപ്പെടൂ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകൂ, വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധ കന്യാമറിയം 917 അതാണ് ആ കുഞ്ഞുങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. മനുഷ്യൻ മാറ്റിയൊരു നിയമത്തെ, ദൈവത്തിൻ്റെ അല്ലാത്തൊരു പദ്ധതിയെ മനുഷ്യൻ അവൻ്റെ പദ്ധതിയായി കൊണ്ടുവന്നപ്പോൾ അത് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അറിയണം, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടാണ് പറഞ്ഞത്, പാപവും പാവയുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ, ടു സേവ് ദം, അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ നിൽക്കുന്ന ആ ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ അമ്മ നൽകിയ ആ കൽപ്പനയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാത്തിമ ദൗത്യം ഏറ്റെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഫാത്തിമ ദൗത്യം ഏറ്റെടുത്ത് 2022 മുതൽ ഫാത്തിമാർ ജവമാൽ റാലികൾ ആരംഭിച്ചു. ആ 2022 തന്നെയാണ് ആത്മാക്കൾ അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് കർത്താവിനെ വിളിച്ചുയർത്തിയത്. കാരണം ഞാനത് വിശ്വസിച്ചപ്പോൾ, അതിനുവേണ്ടി നിലകൊണ്ടപ്പോൾ, അത് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗം അതിന് മുദ്ര വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും മാനുഷികമായ കഥകളാണെങ്കിൽ, കൽപ്പിത കഥകളാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഈ യുദ്ധം ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ഡെവിൾ. ഇത് സാത്താനെതിരെയുള്ള പോരാട്ടമാണിത്. പിശാച് സമ്മതിക്കൂ? സാത്താൻ സമ്മതിക്കുമോ? അത് സത്യമായത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ സ്പിരിറ്റ് ജീസസ് ഈ സത്യത്തെ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനനുസരിച്ച് ആത്മാക്കൾ രക്ഷപ്പെടുകയാണ്. എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈശ്വര ആരംഭത്തിൽ നടത്തപ്പെട്ട സ്തുതി ആരാധന സമയത്ത് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വിടുവിച്ചത് വലിയൊരു സമൂഹം ആത്മാക്കളെയാണ്. അനേകം നമ്മുടെ തലമുറ പിതാക്കന്മാർ. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെ ജയിപ്പിച്ചേ പറ്റൂ. അവിടത്തേക്ക് മനുഷ്യൻ്റെ സഹായം, മനുഷ്യൻ്റെ അനുവാദം ആവശ്യമില്ല. ഈ സുവിശേഷം വന്നിട്ട്, ഈ അഭിഷേകം വന്നിട്ട് സഭ ഇതിനെ തിരസ്കരിച്ചു, നിരാകരിച്ചു, സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഫലമാണ് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെ പറയും. കാരണം ഈ സഭയുടെ പ്രശ്നത്തിന് വേണ്ടി എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഒരു അറിവാണത്. സഭയെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിലായിരിക്കേണ്ട അഭിഷേകം അതിനെ വെളിപ്പെട്ടപ്പോൾ തന്നെ 1998 തന്നെ ഏതാനും ചില വ്യക്തികൾ ചേർന്നുകൊണ്ട് അതില്ലാമെയ്യാൻ വേണ്ടി അവരുടെ സകല പണി അവർ ചെയ്തിട്ടുണ്ട്. 98 മുതൽ പക്ഷെ ദൈവം അത് വിലക്കിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. വിജയം വരിക്കുന്നത് വരെ നമ്മൾ നിർത്തില്ല. ഈ സുവിശേഷം, ഈ അഭിഷേകം സീറോ മലബാർ സഭയുടെ, റോമൻ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ എന്ന് സഭ സ്വീകരിച്ച് ഇത് പ്രഘോഷിക്കപ്പെടുമോ അതുവരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന സീറോ മലബാർ സഭയെക്കുറിച്ച് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തോമാസ് ലീഗയിലൂടെയാണ് ഈ സഭ ഉരുവാക്കപ്പെട്ടത്. കാരണം തോമാസ് ലീഗ കേരളത്തിൽ വന്നു. തോമാസ് ലീഗയിലൂടെ ഇറങ്ങുന്ന അഭിഷേകമാണ് ഇപ്രകാരം ഒരു സമൂഹമായി സീറോ മലബാർ സഭ വേർതിരിയപ്പെട്ട് വളർന്നു വന്നത്. ലോകത്തിൻ്റെ നാനായിടങ്ങളിലേക്കും സീറോ മലബാർ സഭക്കാർ പോയിട്ടുണ്ട്. അനേകം പുരോഗതി. ലോകത്തിലെ ഏറ്റവും ദൈവവിളിയുള്ള ഒരു സഭ അത് സീറോ മലബാർ സഭയായിരുന്നു. ഏറ്റവും അധികം ദൈവവിളി ഉണ്ടായിരുന്ന രൂപത പാലാ രൂപതയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ സമ്പുഷ്ടമായ ഒരു സഭ. ഈ സഭയ്ക്കൊരു വിളിയുണ്ട്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ അനേകം ധ്യാന ഗുരുക്കന്മാരിലൂടെ ലോകത്തിൻ്റെ നാനായിടങ്ങളിലേക്ക് സുവിശേഷം കടന്നുപോയി. ഒരു കാലഘട്ടത്തിൽ 2000 ആണ്ടിലൊക്കെ ലോകത്തിലെ എല്ലായിടങ്ങളിലും സുവിശേഷം പോയി. ഡിവൈനിലെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമലച്ചൻ്റെ നേതൃത്വത്തിൽ അനേകം പുരോഹിതന്മാർ ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവം, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു അത്. ആ സഭയ്ക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകം. ലോകത്തെ വീണ്ടും രക്ഷിക്കാൻ, നവീകരിക്കാൻ ഈ സുവിശേഷത്തെ, ഈ അഭിഷേകത്തെ കത്തോലിക്ക സീറോ മലബാർ സഭ സ്വീകരിച്ചിരുന്നെങ്കിൽ അതിന്ന് സീറോ മലബാർ സഭയെ നൂറുമേനി ഫലം നൽകുന്ന ഒരു വലിയ വയലാക്കി മാറ്റുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ മനുഷ്യൻ്റെ അസൂയ ഇല്ല, പിശാചിൻ്റെ അസൂയ, സാത്താൻ്റെ അസൂയ മൂലം ലോകത്തിൽ പാപം വന്നു, മരണം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അസൂയ എന്ന പിശാച് അനേകരെ കീഴ്പ്പെടുത്തിയപ്പോൾ സ്പിരിറ്റ് ജീസസ് സഭയ്ക്ക് അസ്വീകാര്യമായി. ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ന് അതിൻ്റെ പരിണത ഫലം സീറോ മലബാർ സഭ അനുഭവിക്കുക. അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ, കാരണം ഒരു വലിയ നിലവിളിയുണ്ട്, എൻ്റെ നിലവിളിയുണ്ട്, തന്നെ ദാസിൻ്റെ നിലവിളിയുണ്ട്, അനേകം സ്പിരിറ്റ് മക്കളുടെ നിലവിളിയുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഓരോ ഭേദങ്ങളും, പ്രത്യേകിച്ചും ആ 89, 90, 2000 വരെയുള്ള കാലഘട്ടങ്ങൾ, അതിനുശേഷമുള്ള നാളുകൾ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ കടന്നുപോയ വലിയ ഞെരുക്കങ്ങൾ, സഭാ അധികാരികളുണ്ടായ വലിയ പീഡിപ്പിച്ച അനുഭവങ്ങൾ, മനുഷ്യമായി പീഡിപ്പിച്ച, അഭിഷേകത്തെ തകർത്ത് കളയാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അതെല്ലാം സഭയ്ക്ക് തിരിച്ചടിയായിട്ട് മാറി. രക്ഷ നൽകേണ്ട, രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വചനം അതിന്നും പ്രസക്തമാണ്. യോഹന്നാൻ 1:9 വചനം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു,
എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈശോയെക്കുറിച്ചുള്ള വചനമാണിത്. യേശു ലോകത്തിലായിരുന്നു, ലോകം യേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, പക്ഷേ ലോകം യേശുവിനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. 2000 വർഷം മുമ്പ് ഈശോ ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ തിരസ്കരിച്ച ലോകം അതേ യേശുവിൻ്റെ അഭിഷേകത്തെ 2000 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അന്ന് സംഭവിച്ച അതേ കാര്യം ഇപ്പോൾ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ അഭിഷേകമാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്പിരിറ്റ് ഇൻ ജീസസ്, യേശുവിലുള്ള ആത്മാവ്, അത് യേശുവിൻ്റെ അഭിഷേകം. അപ്പോൾ ആ യേശുവിനെ നയിച്ച അതേ അഭിഷേകത്തെ, ഇപ്പോൾ നമ്മൾ ഏലിയയുടെ അഭിഷേകം, മോശയുടെ അഭിഷേകം, ഇത് യേശുവിൻ്റെ അഭിഷേകം. ഒറ്റ വാക്യം പറഞ്ഞാൽ ഈ അഭിഷേകത്തെ ദൈവം വീണ്ടും ലോകത്തിലേക്ക് അയച്ചപ്പോൾ അന്ന് ഈശോയെ സ്വീകരിക്കാൻ പറ്റാതെ പോയ യഹൂദന്മാരെ പോലെ, പരിസയന്മാരെ പോലെ, പുരോഹിതന്മാരെ പോലെ ഈ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ അനേകം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എൻ്റെ ദുഃഖം അതല്ല. ഓക്കെ, അവർക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകാര്യമല്ലെങ്കിൽ ഓക്കെ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ പള്ളികളിൽ നടത്തിയിട്ടുള്ള അനേകം പ്രഘോഷങ്ങൾ, ഇറക്കിയ ഇടയലേഖനങ്ങൾ, അത് വലിയ വിഷമായി അനേകം വിശ്വാസ ഹൃദയങ്ങളെ കീറിമുറിച്ചിട്ടുണ്ട്. സ്പിരിറ്റിനെ ഒരു ഭീകര ജീവിയെ പോലെ മനുഷ്യൻ കണ്ട കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? എത്രയോ അറപ്പും വെറുപ്പോടുകൂടി മനുഷ്യൻ കണ്ടു. അതിനാരാണ് കാരണക്കാര്? ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞവരാണ്. അവർ കണക്ക് പറയണം, വില കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇത് തീർന്നിട്ടില്ല, തീരില്ല. ഇത് കൂടുതൽ ഞാൻ വീണ്ടും പരസ്യമായിട്ട് പറയുക, സഭയുടെ അഭിനന്ദരായ പിതാക്കന്മാർ ഇത് കേൾക്കണം, അവരിത് അറിയണം. എന്തെല്ലാമാണ്, ഞാനത് പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. അതൊരു വലിയ വേദനകളുടെ സംഭവങ്ങൾ, അത് അവർ കേൾക്കേണ്ടതാണ്. എത്രയോ ഹീനവും നിന്ദ്യമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സഭയിലെ ചില അധികാരികൾ ഈ അഭിഷേകത്തിനെതിരായി യുദ്ധം നടത്തിയത്, വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. തേജോവധം ചെയ്തു. ഒരു വാക്ക് വരികയാണ്, തേജോവധം ചെയ്തു. അതാണ് സംഭവിച്ചത്. മനുഷ്യർക്കാർക്കും അടുത്തു വരാൻ പറ്റാത്ത വണ്ണം, വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണം അവർ ഭയന്നു പോയി. കാരണം തേജോവധമായിരുന്നത്. ഞാൻ ഈ എറണാകുളത്ത് ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്നു, കുറേ വർഷം മുമ്പാണ്. അപ്പോൾ കുർബാന കണ്ടുപിടിക്കുക ഇടയ്ക്ക് അച്ഛൻ്റെ പ്രസംഗം, അത് ശമരിയക്കാരി യേശുവിനെ കണ്ടുപിട്ട സംഭവത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് അദ്ദേഹം അടച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത്, നിങ്ങൾ തേടി പോകേണ്ടത് ടോം സക്കറിയ അല്ല. ഞാൻ ആ പള്ളിക്കകത്തിരിക്കുക, എന്നെ അച്ഛൻ അറിയുമോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് പ്രസംഗിക്കാമല്ലോ, ഒരു വിഷയം വേണം. അപ്പോൾ എത്രയോ അന്ധമായ രീതി ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യൻ എന്താ വിചാരിക്കേണ്ടത്? ടോം സക്കറി ഒരു ഭീകര ജീവിയാണ്, സാത്താൻ തുപ്പിയ സകല വിഷയങ്ങളും നിർവീര്യമായി പോകട്ടെ. അനേകം തരത്തിലുള്ള പ്രവൃത്തികൾ അതിന്ന് സഭയ്ക്കെതിരെ നിലവിളിക്കുകയാണ്. സഭ ആക്രമിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, അത് കേൾക്കാൻ സഭ ആദ്യം തയ്യാറാകണം. സഭ ഇത്രയും വർഷങ്ങൾ, ഈ 25 വർഷങ്ങൾ അതിലധികം പ്രശ്നങ്ങൾ കടന്നുപോയിട്ടും ഒരുവൻ പോലും സഭ വിട്ടു പോയില്ല. സഭയോട് ചേർന്ന് നിന്നു. ഒരു പള്ളിയിൽ കുദാശ മുടക്കിയപ്പോൾ വേറെ പള്ളിയിൽ കുദാശകൾ സ്വീകരിച്ചു, കുമ്പസാരങ്ങൾ നടത്തി. കാരണം ജീവൻ വേണമായിരുന്നു, യേശുവിനെ വേണമായിരുന്നു. അതുകൊണ്ട് കിട്ടിയ വഴികളിലൂടെ മനുഷ്യൻ പോയി. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി, വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി സഭയെ സ്നേഹിച്ചുകൊണ്ട് ചേർന്ന് നിന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് അവകാശമുണ്ട്, വിടുതൽ വേണം, ഇതിന് ഒരു മോചനം ഉണ്ടാക്കണം. പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുമ്പിലുള്ള സകല ഇരുമ്പ് കവാടങ്ങളും തകർക്കപ്പെടണം. അവൻ അടച്ചുപൂടി ഇരുമ്പ് ഓടാമ്പലുകൾ തകർക്കപ്പെടണം. സ്പിരിറ്റിന്റെ വചനം പ്രസംഗിക്കേണ്ടത് സഭയ്ക്കുള്ളിലാണ്. സിറോ സഭയുടെ ഉള്ളില്, റോമകത്തോലിക്ക സഭയ്ക്കുള്ളില്, സിറോ മലങ്കര സഭയ്ക്കുള്ളില്, യാക്കോബയ സഭ, ഓർത്തഡോക്സ് സഭകളില് ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. ഇത് പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ജനത്തിന് നാശമാണ്.
ജനമത് കേൾക്കുന്നില്ല എങ്കിൽ, ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇത് പുരോഹിതന്മാർ സ്വീകരിക്കുന്നില്ല എങ്കിൽ സഭയ്ക്ക് നാശമാണത്. വരും കാലങ്ങളിൽ സഭ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ നാശം വഴി സഭയിൽ കടന്നു പോകും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നെങ്കിൽ എൻ്റെ അന്തരാത്മാവിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, സഭയ്ക്ക് വലിയ നാശമുണ്ടാകും, വലിയ തകർച്ചകളുണ്ടാകും. ആർക്കും സമീപിക്കാൻ പറ്റില്ല. ആ നാശം സംഭവിക്കുന്നത് ഇത് വഴിയിലൂടെ എനിക്കറിയില്ല. പക്ഷെ വിശ്വാസികളൊക്കെ ചിതറിക്കപ്പെടും, തകർക്കപ്പെടും. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകില്ല. കാരണം മറ്റൊന്നുമല്ല, ദൈവം അയച്ച, ജീവിക്കാൻ ദൈവം അയച്ച ഒരു അഭിഷേകത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ വാക്കിനെ ക്രിസ്തുവിന്റെ സഭയിൽ എന്ന് പറയുന്നവരെ നിരാകരിച്ച്, തിരസ്കരിച്ച്, നിന്ദിച്ച്, അവഹേളിച്ച്, അപമാനിച്ച്, തേജോവധം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര കാലം ദൈവം കാത്തു നിൽക്കും? പ്രഹരത്തിൻ്റെ ഒരു കാലമുണ്ട്, നാശത്തിൻ്റെ ശിക്ഷയുടെ ഒരു കാലമുണ്ട്. സഭ കണ്ടു തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരും നശിക്കണമെന്ന് ആഗ്രഹിച്ചല്ല ദൈവം തൻ്റെ വചനത്തെ അയച്ചത്. പക്ഷേ മനുഷ്യൻ്റെ അനുസരണക്കേട്, മനുഷ്യൻ്റെ അവിശ്വസത അത് നാശമുണ്ടാക്കും. അതിനെ കേൾക്കുന്ന സഭയിലുള്ള അഭിനയ പുരോഹിതന്മാരും, സഭയിലെ മെത്രാന്മാരും, സഭയിലെ ഉന്നത അധികാരികളൊക്കെ, ഇന്നലെ ഈവൻ കരിസ്മാറ്റിക് നേതാക്കന്മാർ പോലും, ധ്യാനഗുരുക്കന്മാരാണെന്ന ആളുകൾ, എത്രയോ ആളുകൾ എനിക്കറിയാം, എത്രയോ അവർ മൂലം എത്ര ഇടങ്ങളിൽ എടുത്ത ശുശ്രൂഷകൾ നടത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിൽ പല പുരോഹിതന്മാരടുക്കൽ വിളിച്ചു പറഞ്ഞ്, അവിടെയുള്ള ഒരുപക്ഷെ ആഫ്രിക്കൻസോ അല്ലെങ്കിൽ വെള്ളക്കാരായ പുരോഹിതന്മാരടുക്കൽ വിളിച്ചു പറഞ്ഞ് അവനെ വിലക്കിയതാണ്, അവനെ പള്ളി കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യരുണ്ട്. അതിനോട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ പലരും റദ്ദായി പോയിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. പക്ഷെ അവിടെയെല്ലാം സംയമനം പാലിച്ച് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് കാത്തിരുന്നു. ദൈവം കരുണ കാണിക്കാൻ സഭയുടെ അധികാരികൾക്ക് ഹൃദയത്തുറപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രഘോഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ഇതിലേക്കല്ല വരേണ്ടിയിരുന്നത്. കീഴ്ത്തി പിടിക്കാൻ സ്വർഗത്തിലേക്ക്. കർത്താവ്, ഞങ്ങൾക്ക് നീതി വേണം. ഈ 37 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് അഭിഷേകത്തെ അയച്ചിട്ട്. അതിൽ 25 വർഷങ്ങളായി ഞങ്ങൾ തള്ളപ്പെട്ടവരെ പോലെ, തിരസ്കരിക്കപ്പെട്ടവരെ പോലെ, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടുകളെ പോലെ, മനുഷ്യനാൽ ചവിട്ടപ്പെടാൻ, നിന്ദിക്കപ്പെടാൻ വിട്ടുകൊടുക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് നീതി വേണം ദൈവമേ, ഞങ്ങൾക്ക് നീതി വേണം കർത്താവേ. അങ്ങയുടെ സഭയാണ് കത്തോലിക്കാ സഭ, അവിടുത്തെ സഭയാണ്. ദൈവമേ, ആ സഭയ്ക്കുള്ളിൽ ഈ സുവിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ അഭിഷേകത്തെ തന്നത്. എന്നാൽ ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരെ പോലെയാണ്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പാവങ്ങൾ, ഞങ്ങളുടെ അവിശ്വസ്തകൾ, ഞങ്ങളുടെ അശുദ്ധമായെല്ലാം മാപ്പാക്കി ക്ഷമിച്ച് കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകം മനുഷ്യരിന്ന് നശിക്കുകയാണ്. ദൈവമേ, എന്താണ് ഒരു രക്ഷപ്പെടുന്ന ഒരു മാർഗം? ഇത്രമാത്രം ധ്യാന ഗുരുക്കന്മാരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അനേകം ധ്യാനങ്ങൾ പങ്കെടുക്കുന്നു. പക്ഷെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അനേകം മനോരോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, മരുന്ന് ലേപന ഔഷധമല്ല, അങ്ങയുടെ വചനം, വിടുതലിൻ്റെ വചനം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ. സഭ ഇത് സ്വീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ അങ്ങ് കൽപ്പിക്കണമേ, അങ്ങ് ഇടവരുത്തണമേ, അങ്ങ് ഇടവരുത്തണമേ, അങ്ങ് ഇടവരുത്തണമേ. ഈ 2025 ജനുവരി മാസം 8-ാം തീയതി ആദ്യമായിട്ട് കത്തോലിക്ക പള്ളിയിൽ ഈ ശുശ്രൂഷകൾ കേരളത്തിൽ നടത്തപ്പെട്ടെങ്കിൽ കർത്താവേ, ഇനി വരാൻ പോകുന്ന നാളുകൾ ഞങ്ങളുടെ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് കത്തോലിക്ക പള്ളികൾക്ക് അകത്താണ്, പുറത്തല്ല കർത്താവേ. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അതിലേക്ക് സാത്താൻ വിട്ടുമാറട്ടെ, കീഴടങ്ങട്ടെ. ഞങ്ങൾക്ക് നീതി വേണം ദൈവമേ, ഞങ്ങൾക്ക് നീതി വേണം കർത്താവേ. നീതി നടപ്പിലാക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ വലിയ കാരുണ്യം മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ജോസഫ് പമ്പാനി പിതാവ് അദ്ദേഹം പറഞ്ഞു അടുത്ത മീറ്റിംഗ് 5 മെത്രാന്മാരുണ്ട്. ഞാൻ മീറ്റിങ്ങിന് പോയില്ല. പിതാവ് വിളിച്ചില്ല, ഞാൻ ചോദിച്ചില്ല. കാരണം അവിടെ ഒരാവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, നരകത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അത് സാധ്യമല്ല പിതാക്കന്മാരെ, എനിക്കിത് മുന്നോട്ട് ചെയ്യണമെന്നും ഞാൻ പറയേണ്ടി വരും. അത് കൂടുതൽ അകൽച്ചയ്ക്കും വേദനയും കാരണമാകും. അതുകൊണ്ട് ഒരു മീറ്റിങ്ങിന് പിന്നെ പോയില്ല. കാരണം കർത്താവിൻ്റെ സമയമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് അവരെ പഠിപ്പിക്കണം, അവരെ തിരുത്തണം, അവരറിയണം എന്താണ് സ്പിരിച്വൽസിൻ്റെ പഠനങ്ങൾ. അത് കേൾക്കാൻ അവർ തയ്യാറാകണം. അതുമാത്രം മതി. ഞാൻ ഗുജറാത്തിലൊരു ധ്യാനത്തിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. ഒരു മനുഷ്യനോട് വന്നു, ഒരു ജുബ്ബായിക്കിട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം വന്ന് പുറകിൽ വന്നിരിക്കുന്നു, ഏറ്റവും പുറകിൽ. അന്ന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന വചനം ആത്മാക്കളെ കുറിച്ചായിരുന്നു. യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നരകത്തിലേക്ക് ഇറങ്ങി എന്നുള്ള കത്തോലിക്ക സഭയുടെ കാത്തലിക് ചർച്ച് ആർട്ടിക്കിൾ 5 ഇംഗ്ലീഷ് ധ്യാനമാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണ് ജനത്തെ. ആ ക്ലാസ് കഴിഞ്ഞും അത്രയും സമയം അതവിടെ ഇരുന്നു. ടോക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയി. അതാരെനിക്ക് മനസ്സിലായില്ല. ഞാനെൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ മോതിൽ തട്ടി. നോക്കുമ്പോൾ ഞാൻ കണ്ട ആ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഐ എം എ പ്രീസ്റ്റ്, ഐ കം ടു സീ യു. നിന്നെ കാണാൻ വേണ്ടി അവിടെ വന്നതാണ്. നിന്നെ ടോക്ക് ഞാൻ കേട്ടു. അദ്ദേഹം കൈക്ക് പിടിച്ച് പറയാണ്, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം, ഇതാണ് സഭയ്ക്ക് പ്രഘോഷിക്കപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് സഭയിൽ പ്രഘോഷിക്കപ്പെടേണ്ടത്. പക്ഷേ ഇത് പറയാൻ ആരുമില്ല. അത് പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വചനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം അദ്ദേഹത്തെ ഉണർത്തി എന്നുള്ളതാണ്. കേൾക്കണം, വചനം കേൾക്കണം. അവരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു തീരുമാനം പറയുമ്പോൾ അത് ശരിയില്ല. ഞാൻ കൊണ്ടോ പറഞ്ഞത്, സഭയെ നയിക്കുന്ന പുരോഹിതന്മാർ, മെത്രാന്മാർ, അധികാരികൾ ഇത് കേൾക്കാൻ തയ്യാറാകണം. എന്താണ് ഈ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്താണ് ആത്മാക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്താണ് വിജാതീയ ബലകരണത്തിൻ്റെ അപകടങ്ങൾ? എന്താണ് പരിശുദ്ധ കന്യാമരത്തിൻ്റെ മഹത്വം? എന്താണ്? ഇതൊക്കെ കേൾക്കാൻ തയ്യാറായാൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. പിടിച്ച സഭയ്ക്കുള്ളിലായിരിക്കും. പണ്ട് എന്നോട് തൃശ്ശൂരിലെ അഭിമന്യ തൂങ്ങുഴി പിതാവ്, ജേക്കബ് തൂങ്ങുഴി പിതാവ്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ, ഇത്രമാത്രം പരാതികൾ പുറത്തുണ്ടല്ലോ, ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ഇവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, എല്ലാ ഇടവല അച്ഛന്മാരും വരുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ, എനിക്കൊരു അല്പസമയം തന്നാൽ ഒന്ന് ഇവിടെ വന്ന് ഈ കാര്യം ഒന്നൊന്ന് പങ്കുവയ്ക്കാൻ, എന്താണ് ഞാൻ പ്രസംഗിക്കുന്നത് പഠിപ്പിക്കാൻ ഒരു അവസരം തന്നാൽ അതൊത്തിരി സഹായകമായിരിക്കും. അദ്ദേഹം പറഞ്ഞ മറുപടി, ടോംസിക്കയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്തായി പോകും, അതുകൊണ്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞതാണ്. അത് ടോംസിക്കയുടെ പ്രസംഗം കൊണ്ടല്ല, അഭിഷേകത്തിൻ്റെ ശക്തിയാണെന്നുള്ളത് അവർക്കറിയില്ല. നിങ്ങളത് വിശ്വസിച്ചത് നിങ്ങൾക്ക് വന്ന അഭിഷേകമാണ്. നിങ്ങളെ വിശ്വസിപ്പിച്ചില്ല, പഠിപ്പിച്ചത് അഭിഷേകമാണ്. ഇപ്പോൾ തന്നെ ശ്രുതിക്കുന്നത്, നിങ്ങളോട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി, ആരാധന, സ്തോത്രം, ഗ്ലോറി, ആരാധന, ഹല്ലേലൂയ, സ്തോത്രം.